അട്ടപ്പാടിയിൽ വില്ലേജിൽ നിന്നും തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്ന് കർഷകൻ ജീവൻ ഒടുക്കിയെന്ന ആരോപണം. ഇരട്ടകുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ 6 മാസമായി തണ്ടപ്പേരിനായി വില്ലേജിൽ കയറി ഇറങ്ങിയെന്ന് കുടുംബം പറയുന്നു. 6 മാസക്കാലമായി അയാളുടെ സ്വന്തം സ്ഥലത്തിന് വേണ്ടി തണ്ടപ്പേരിൻ്റെ പേരിൽ അയാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എപ്പോൾ ചെല്ലുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരെ മടക്കി വിടലാണ് വില്ലേജ് ഓഫീസിലെ പണി. അതായത് അവസാനമായിട്ട് അയാൾ വളരെ വിഷമിച്ച് ഓരോ ദിവസം ചെല്ലുന്തോറും അയാൾക്ക് മാനസികമായിട്ട് അയാൾ ഒരു விப்ராந்தியிலெத்தி தண்டப்பேப்பர் வந்து வேறு ஆளுக்கு போட்டு கொடுத்ததுனால அதுதான் சங்கடம். அப்படி ஒரு நடவடிக்கை இருந்தால் வில்லேஜ் ஆஃபீஸரோட கம்ப்ளைண்ட் தானே, நம்மளோட கம்ப்ளைண்ட் ஒன்றும் இல்லையல்ல. വില്ലേജ് அவங்க பண்ணுனதுதான் അവർക്ക് സാവുക്ക് കാരണം. വിവരങ്ങളുമായി അജിത് ബാബു ഉണ്ട്. അജിത്ത്, ഇദ്ദേഹത്തിന്റെ മരണം അതെപ്പോഴായിരുന്നു? എന്താണ് നാട്ടുകാരും കുടുംബവും ആരോപിക്കുന്നത്? വില്ലേജ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണമുണ്ടോ? വിവരങ്ങൾ എന്തെല്ലാം? അഖില രവീന്ദ്രൻ, ഈ കൃഷ്ണസ്വാമി ഇത്തരത്തിൽ 52 വയസ്സാണ്. കൃഷിസ്ഥലത്താണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ കുടുംബം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത് തണ്ടപ്പേരിനായി 6 മാസമായി വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിൽ വലിയ മാനസിക ബുദ്ധിമുട്ട് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വില്ലേജ് ഓഫീസിൽ എത്തുകയും പക്ഷെ എന്നാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെന്നും കുടുംബം പറയുന്നു. അതേസമയം ഈ അദ്ദേഹത്തിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരേ തണ്ടപ്പേരിലുള്ള സ്ഥലങ്ങൾ, അതായത് ഇദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ അതേ തണ്ടപ്പേരിലുള്ള മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. അങ്ങനെ സ്ഥലങ്ങൾ വന്നതുകൊണ്ടാണ് അതിന്റെ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൃത്യമായി നിയമപരമായ കാര്യങ്ങളെല്ലാം അതിൽ പാലിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അതിൽ കാലതാമസം ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ കാരണം ഇത്തരത്തിൽ ഈ തണ്ടപ്പേര് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട അനാസ്ഥയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുടുംബം ആരോപണമായി മുന്നോട്ട് വെക്കുന്നത്. ശരി, അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.